നൽകുന്ന പൊരുളാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ടാണ് നന്ദനോദ്യാനങ്ങൾ വേണ്ട എന്ന് പറഞ്ഞത്, അമൃതകുംഭങ്ങൾ വേണ്ട, എന്നാൽ എനിക്ക് ധാത്രി കാത്തു വച്ചിരിക്കുന്ന കരുണ ആവശ്യമുണ്ട് എന്ന ആത്മാഭിമാന ബോധത്തോടെ നെഞ്ചത്ത് കൊളുത്തി വെച്ച പന്തത്തിൻ്റെ വെളിച്ചത്തിൽ തലമുറകളോട് സാക്ഷ്യപ്പെടുത്തി പറഞ്ഞ കടമ്മനിട്ടയുടെ പേരിലുള്ള അവാർഡ് ഇന്നലെ ഞാൻ സഖാവ് ദേവിയും സ്വീകരിച്ചു, അമ്മ ദേവിയും സ്വീകരിച്ചു. ഇന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളായ ആലങ്കോട് ലീലാകൃഷ്ണനിൽ നിന്ന് എൻ്റെ പ്രിയ സഹോദരനിൽ നിന്ന് ഞാൻ സ്വീകരിച്ചു. അതിനെല്ലാം നിങ്ങൾ സാക്ഷിയായി. എനിക്കും എൻ്റെ തലമുറയ്ക്കും നിങ്ങൾക്കും ഇപ്പോൾ സജീവമായി യോഗല സാഹിത്യ ഉത്സവത്തിൽ ഒക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും വഴികാട്ടിയായി മുമ്പേ പതിഞ്ഞ വാക്കുമായിട്ടൊക്കെ എത്രയോ തമാശകളാണ് പറയുന്നത്. ഈ ബാലേട്ടൻ തമാശ കേട്ടാൽ ആരും ചിരിച്ചു. ബാലേട്ടനൊന്നും പ്രസംഗിക്കാനൊന്നും അറിഞ്ഞുകൂടെ. എന്തിനാണ് പ്രസംഗിക്കുന്നത്? വേണ്ട, നർമ്മമധുരമായ സംഭാഷണം ഹൃദയം നിറയ്ക്കും. അതുകൊണ്ട് ആഴങ്ങളുടെ പ്രകമ്പനം നോക്കാം. ഞാൻ നിങ്ങളുടെ സമയം ലാഭിക്കാൻ ആവർത്തിച്ച് ചൊല്ലുകയില്ല, ഒറ്റ ആവർത്തിച്ച് ചൊല്ലി പോവുകയുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ കവിത ചൊല്ലുന്നത്. ഈ അനുഗ്രഹിക്കപ്പെട്ട ടൗൺ ഹാളിൽ എത്രയോ ആളുകൾ കവിതകളുമടക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഇവിടെ വലിയ ടെൻഷൻ അവിടെ എത്രയോ പ്രാവശ്യം കവിതയിലിരിക്കുന്നു. ഇത് കവിത ചൊല്ലുന്ന ബിജുവാണ് കാരണക്കാരൻ, സോജുവാണ് കാരണക്കാരൻ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അച്ഛൻ്റെ സ്മരണകളുടെ സാക്ഷ്യത്തിൽ ആഴങ്ങളുടെ പ്രകമ്പനം ഞാൻ സമർപ്പിച്ചത്. ആൾക്കൂട്ടമെഴുന്നള്ളിച്ചാകാശത്തേറിൽ വെച്ച പൾക്കിരീടികളൊക്കെ ഉറക്കം നടിക്കുന്നു. വഗ്ദത്ത വിളക്കിൻ്റെ നാളങ്ങൾ വിഴുങ്ങിയ കുത്തരങ്ങിലെ വെള്ളച്ചെകുത്താൻ ചിരിക്കുന്നു. ആൾക്കൂട്ടമെഴുന്നള്ളിച്ചാകാശത്തേരിൽ വച്ച പാഴ്ക്കിരീടികളൊക്കെ ഉറക്കം നടിക്കുന്നു. വാഗ്ദത്ത വിളക്കിൻ്റെ നാളങ്ങൾ വിഴുങ്ങിയ കുത്തരങ്ങിലെ വെള്ളച്ചെകുത്താൻ ചിരിക്കുന്നു. ആൾമറത്തൊഴുത്തിലെ സർപ്പകാമുകർക്കെല്ലാം വാൾത്തലച്ചുണ്ടും ചുംബനോത്സവത്തെയും കാറ്റും പാടുവാൻ അശ്ലീലപ്പൂ ചൂടിയ സദാചാരപ്പീലികൾ കൊരുത്തിട്ട താളമേളങ്ങൾ ചുറ്റും കാരുണ്യഹൃദയങ്ങൾ ഒന്നിച്ചു കുഴിച്ചിട്ട പ്രാകൃതന്മാരെ കാവലേൽപ്പിച്ച ദുരാചാരം, തുണിലും തുരുമ്പിലും പകർന്ന വിഷാംശങ്ങൾ ഭൂതവ്യാധിയോടൊപ്പം കുടിച്ച പുരുഷാരം, നമ്പിലയ്ക്കുള്ളിൽ സുഖവാസത്തിനെത്തും കീടബാന്ധവ കൃമികൾക്ക് കാമകേളിതൻ പൂരം, പാമ്പുകൾ സംഘം ചേർന്നു വിരുന്നിനെത്തും പന്നിപ്പാതാള വീട്ടിൽ നിത്യമത്താഴ നൃത്താഭാസം, ദാരിദ്ര്യമുഖം കണ്ട കൊടിക്കൂറകൾക്കെല്ലാം ചൊരയിൽ കുളിപ്പിച്ച മാപ്പുസാക്ഷികൾ സ്വന്തം, ഏഴകൾക്കെല്ലാം ഏറ്റുകുതിരപ്പുറത്തേറി ഗോപുരം കാണാനുള്ള നഗരപ്രലോഭനം, മോക്ഷസങ്കൽപ്പം വെടിഞ്ഞാത്മലാഭങ്ങൾ തേടി രാപ്പകൽ ദേഹങ്ങൾക്ക് വാണിഭത്തുലാഭാരം, ആർക്കു വേണമീ സ്വർണപ്രേതങ്ങൾ കുഴഞ്ഞാടും രാക്ഷസ കമ്പോളത്തിൽ അദ്വൈത പ്രഭാഷണം, മോക്ഷസങ്കൽപ്പം വെടിഞ്ഞാത്മലാഭങ്ങൾ തേടി രാപ്പകൽ ദേഹങ്ങൾക്ക് വാണിഭത്തുലാഭാരം, ആർക്കു വേണമീ സ്വർണപ്രേതങ്ങൾ കുഴഞ്ഞാടും രാക്ഷസ കമ്പോളത്തിൽ അദ്വൈത പ്രഭാഷണം, ജീർണമാനസം സ്വയം നിർമ്മിച്ച തുരങ്കത്തിൽ തുരങ്കം സാക്ഷി മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ മീറ്റിംഗ് ആരംഭിച്ചത്.
ജീർണമാനസം സ്വയം നിർമ്മിച്ച തുരങ്കത്തിൽ സ്വാതന്ത്ര്യ പാരാവാര ശംഖാരവങ്ങൾക്കുള്ളിൽ ആരോടുമൊന്നും മിണ്ടാനില്ലാത്ത മൗനത്തിൻ്റെ ആഴത്തിലാരോ പൊട്ടിത്തെറിച്ച പ്രകമ്പനം. ജീർണമാനസം സ്വയം നിർമ്മിച്ച തുരങ്കത്തിൽ സ്വാതന്ത്ര്യ പാരാവാര ശംഖാരവങ്ങൾക്കുള്ളിൽ ആരോടുമൊന്നും മിണ്ടാനില്ലാത്ത മൗനത്തിൻ്റെ ആഴത്തിലാരോ പൊട്ടിത്തെറിച്ച പ്രകമ്പനം. ആഴത്തിലാരോ പൊട്ടിത്തെറിച്ച പ്രകമ്പനം. കവിയുടെയും കലാകാരൻ്റെയും മനസ്സിലാഴത്തിൽ ആരോടും പറയാൻ കഴിയാത്ത ഒരു പ്രകമ്പനം ഒളിഞ്ഞിരിപ്പുണ്ട്. മൗനത്തിലാണ് ഇരിക്കുന്നത്. ചിലപ്പോൾ യുഗപരീക്ഷണങ്ങളുടെ ഭാഗമായി പരിവർത്തനത്തിൻ്റെ വാതിലിൽ അത് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. പേരാണ് രാഷ്ട്രീയം എന്നത്. വേറെ ഒരു പേരൊന്നുമില്ല. ഇത് കലാകാരനും അവൻ്റെ അഭിമാനബോധത്തിനും കൂടി അവകാശപ്പെട്ടതാണ്. വരാനിരിക്കുന്നു അതിമനോഹരമായ പാട്ട്. അപർണ അനുഗ്രഹീതനായ ഞങ്ങളുടെ ഗുരുകവിയുടെ പ്രിയങ്കരിയായ കൊച്ചു മകൾ അവിടെ ഇരിപ്പുണ്ട്. നമസ്കാരം. നമ്മുടെ കോഴിക്കോട്ടേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. വരാനിരിക്കുന്നു മനോഹരമായ പാട്ടുകൾ. അതിനൊന്നും ഞാൻ തടസ്സമാകുന്നില്ല. എല്ലാവർക്കും എനിക്ക് അവാർഡ് തരാൻ നിശ്ചയിച്ച പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ അവാർഡ് സമിതിയോട് തിരഞ്ഞെടുത്തവരോടുള്ള നിസ്സീമമായ എൻ്റെ കടപ്പാട് സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. കൂടുതൽ ഉത്തരവാദിത്വബോധത്തോടും ആത്മാർത്ഥതയോടും തെളിഞ്ഞ മനസ്സോടും ബുദ്ധിയോടും കവിതയിൽ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും എന്ന എളിമയാർന്ന വാഗ്ദാനമല്ലാതെ മറ്റൊന്നും തരാനില്ല. ബിജു സോജു ഒരിക്കൽ കൂടി അച്ഛൻ്റെ പേരിൽ സ്മരണായി. നമസ്കാരം. പാട്ടും കവിതയും സംഭാഷണങ്ങളുമായ ഒരു മനോഹരമായ സായാഹ്നമാണ് ഈ അവാർഡ് സമർപ്പണ വേദി പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ അനുസ്മരണ പരിപാടിയും നമുക്ക് സമ്മാനിച്ചത്. ഈ ഒരു പരിപാടി തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ട് നിയന്ത്രിച്ച് സംഘടിപ്പിച്ച പെരുമ്പുഴ ഗോപാലകൃഷ്ണൻ്റെ മകൻ ശ്രീ ബിജു പെരുമ്പുഴയാണ്. ബിജുവേട്ടൻ തിരുവനന്തപുരത്ത് നിന്ന്